ഹായ് എവരിവൺ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഏത്തക്കായാണ്. അപ്പോൾ ഞങ്ങളിത് പടലയൊക്കെ തിരിച്ച് വെച്ചേക്കുകയാണ്. വറക്കാനും കറി വെക്കാനും നമുക്ക് അവിയലിനൊക്കെ വേണമല്ലോ, ഓണമല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ മാറ്റി മാറ്റി വെച്ചേക്കുകയാണ്. നമുക്ക് വറക്കാനുള്ളത് ഞാനെടുത്ത് മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊണ്ടൊക്കെ പൊളിച്ചെടുത്ത് വയ്ക്കാം. നമ്മളിത് വറക്കാനെടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുന്ന ഉപ്പേരിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏതാണോ നമുക്ക് യോജിച്ചത് അത് നമ്മൾ എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ഓണമൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് വറക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇത്ര എണ്ണം പൊളിച്ച് വെച്ചിട്ടുണ്ട്. കയ്യിൽ നല്ല രീതിയിൽ കറയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിഷമൊന്നും തളിക്കാതെ നമുക്ക് ഉണ്ടാക്കി കിട്ടിയ കൊലയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് അതിൻ്റെ തൊണ്ട് വരെ നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കിതങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഷോർട്സിനകത്ത് ഇങ്ങനെ അരിയുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പലരും ചോദിച്ചു, പല മൂപ്പായി പോകത്തില്ലേന്ന്. അങ്ങനെയൊന്നും ആയി പോകത്തില്ല കേട്ടോ. നമ്മളിത് എല്ലാം ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം പെട്ടെന്ന് ഇളക്കാതിരുന്നാൽ മതി. ഒരു 5 മിനിറ്റോളം ഈ ഒരു രീതി തന്നെ കിടന്ന് ഇത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മാത്രം ഇളക്കി കൊടുത്താൽ മതി, അല്ലെ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു 3 ഏത്തക്കായ ഇതിനകത്തോട്ട് ഇടുന്നുള്ളൂ. മുഴുത്ത ഏത്തക്കായാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഇട്ടാൽ നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു 3 ഏത്തക്കായാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇളക്കുമ്പോൾ തവിയൊന്നും ഉപയോഗിക്കരുത്, ചട്ടകം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ആദ്യമൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് എനിക്കിടാൻ പേടിയായിരുന്നു. പക്ഷേ കത്തിയും കൊണ്ട് അരിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരേ മുഴുപ്പിൽ കിട്ടില്ല. അങ്ങനെ അരിയുമ്പോഴാണ് എനിക്കിത് പലതും പല മൂപ്പായി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അരിയാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എണ്ണയുള്ള ഭാഗത്തേക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എണ്ണയ്ക്കകത്തുനിന്ന് പൊങ്ങി നമ്മുടെ വാഴയ്ക്ക കിടക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇടണ്ട. അതിൻ്റെ എണ്ണ തെളിഞ്ഞിരിക്കുന്ന ആ ഭാഗത്തേക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എണ്ണയ്ക്ക് മുകളിലേക്ക് നമ്മുടെ വാഴയ്ക്ക വീഴാൻ തുടങ്ങുമ്പോൾ നിർത്തിയേക്കാം കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചട്ടകം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. വല്ലാതെ ഇളക്കി മറിക്കുകയൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ തീയും കത്തിക്കണം കേട്ടോ. അല്ലെങ്കിലും പെട്ടെന്ന് കല്ലിച്ച് പോവുകയും കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. നല്ല രീതിയിൽ തീ ഉണ്ടായിരിക്കണം. നമ്മൾ അടുപ്പിൽ വെച്ചാണ് വറക്കുന്നത്. ഇത് കൂട്ട് പണികളൊക്കെ അടുപ്പിലാണ് കേട്ടോ ചെയ്യാറ്. ഗ്യാസ് തൊടാറ് പോലുമില്ല. എല്ലാം ഒരുവിധം ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടകം കൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3/4 മൂപ്പായി കഴിയുമ്പോൾ ഒരുപാട് തീയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നന്നായിട്ട് കറക്കി കറക്കി ചട്ടകം കൊണ്ട് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ച് കട്ട കൂടി ഒന്നും ഇരിക്കില്ല നമ്മളങ്ങനെ അരിഞ്ഞിട്ടത് കൊണ്ട്. കണ്ട നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്താൽ മതി. നമ്മളിത് വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് ഉപ്പ് നീരാണ് കേട്ടോ തളിച്ച് കൊടുക്കുന്നത്. ഉപ്പ് പൊടിയല്ല, ഉപ്പ് നീര് ഒഴിക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരേപോലെ ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിത് ഉപ്പ് നീര് തളിച്ച് കൊടുക്കാം. ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. സീ യു.